ആദ്യമായി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ പ്രാപ്തയാക്കിയ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2024 സെപ്റ്റംബർ 16 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് അനിത ജോൺ, ഇതെൻ്റെ ഹസ്ബൻഡ് ജോൺ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗശാന്തിക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. എനിക്ക് എപ്പോഴെങ്കിലും ഇവിടെ വരണമെന്ന് ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ ഒരു നിയോഗം തന്നത്. ഞാൻ പെട്ടെന്ന് ഭർത്താവിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായപ്പോൾ ബ്ലോക്കുണ്ട്, ആൻജിയോഗ്രാം ചെയ്യണം, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, 1,80,000 രൂപ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഇതിൽ പെട്ടതാണ്. അപ്പോൾ പെട്ടെന്ന് 1,80,000 രൂപയൊക്കെ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചു കൊണ്ടിരുന്നു. ആൻജിയോപ്ലാസ്റ്റിന് വേണ്ടിയിട്ട് 2-3 ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴൊക്കെ പറഞ്ഞത് 1,80,000, 1,60,000 എന്നൊക്കെ പറഞ്ഞു. പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇൻഷുറൻസിന് വേണ്ടി ശ്രമിച്ചു. അന്ന് കാരുണ്യ ഇൻഷുറൻസ് നിർത്തി വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു, ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു കുറേ നാൾ, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് വീണ്ടും തുടങ്ങിയെന്ന് കേട്ടു. ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾക്ക് ഇൻഷുറൻസ് പാസ്സായി. 1,80,000 രൂപ വേണമെന്ന് പറഞ്ഞ് ഇത് 1 രൂപ പോലും ഇല്ലാതെ ഞങ്ങളുടെ സർജറി ഇത് കഴിഞ്ഞു. ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞു. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു ബ്ലോക്ക് ആൻജിയോഗ്രാം കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു, ഒരു സ്റ്റെൻഡ് ഇട്ടു. 1 രൂപ പോലും ഞങ്ങൾക്ക് മുടക്കായില്ല. അത് മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഒരു നിയോഗം, രണ്ടാമത്തെ നിയോഗം, എൻ്റെ സഹോദരൻ ഒരു 35 വർഷത്തോളമായി ഭയങ്കര മദ്യപാനമായിരുന്നു. മദ്യപിച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും വഴക്കുണ്ടാക്കും, വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാവരോടും വഴക്കുണ്ടാക്കും. ഭയങ്കര പ്രശ്നമായിരുന്നു. ഞങ്ങൾ ഒരുപാട് മദ്യപാനം നിർത്താൻ നോക്കി, നടന്നില്ല. ഞാൻ നിയോഗമായിട്ട് അതിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് നിയോഗം വെച്ചു. ഇപ്പോൾ അവൻ്റെ മദ്യപാനം ഈ 30 വർഷം നിർത്താതെ എല്ലാവരും ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന മദ്യപാനം 30 വർഷമായിട്ട് നടക്കാതിരുന്നത് ഇപ്പോൾ അവൻ മദ്യപാനം നിർത്തി നല്ല കുടുംബജീവിതം നയിക്കുന്നു, ഭാര്യയും മക്കളെയും നോക്കുന്നു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ എൻ്റെ സഹോദരന് വീടില്ല. കല്യാണം കഴിഞ്ഞ് 25 വർഷമായിട്ടും വാടക വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. അപ്പോൾ അവനൊരു വീട് കൊടുക്കണമെന്ന് ഞാൻ മാതാവിനോട് നിയോഗത്തിൽ വെച്ചിരുന്നു. അതിൻ്റേതായി ഒരു ട്രസ്റ്റ്, വീട് രോഗികളായവർക്കും വിധവകൾക്കും ഒക്കെ വീട് കൊടുക്കുന്ന ഒരു ട്രസ്റ്റ്. എൻ്റെ ആങ്ങളയുടെ മോനൊരു രോഗിയാണ്, ഷുഗർ രോഗിയാണ്, കുഞ്ഞാണ്. അവന് ചെറുപ്പത്തിലെ 7 വയസ്സിലെ ഷുഗർ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഒരു ട്രസ്റ്റ് അവർക്ക് 18 ലക്ഷം രൂപയുടെ ഒരു വീട് വെച്ച് നൽകാമെന്ന് അതാകി. വീട് പാസ്സായിട്ടുണ്ട്, വെച്ചിട്ടില്ല. അത് നിയോഗം, അത് മാതാവ് എനിക്ക് നടത്തി തന്ന വലിയൊരു നിയോഗമാണ്. പിന്നെ എൻ്റെ മോള് MCA കഴിഞ്ഞതാണ്. അവൾക്ക് IT ഫീൽഡ് ആണെങ്കിലും അവൾക്ക് ടീച്ചിങ് ജോലിയായിരുന്നു ഇഷ്ടം. അപ്പോൾ ചെറിയ സ്കൂളുകളിലൊക്കെ ചെറിയ ശമ്പളത്തിന് ജോലി കിട്ടും. അപ്പം നല്ലൊരു ജോലി എൻ്റെ കുഞ്ഞിന് കൊടുക്കണേന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ കുഞ്ഞിന് നല്ല ശമ്പളമുള്ള നല്ലൊരു ജോലി കിട്ടി. അത് മാതാവ് തന്ന അനുഗ്രഹമാണ്. പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, ഹയർ സെക്കൻഡറി ടീച്ചറായിട്ടാണ് ജോലി കിട്ടിയിരിക്കുന്നത്. അത് മാതാവ് തന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും ശമ്പളത്തിനൊന്നും ഹയർ സെക്കൻഡറിയിൽ എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടില്ല, പൈസ കൊടുക്കാതെ കിട്ടില്ല, അത് ഉറപ്പാണ്. പിന്നെ എൻ്റെ ചെറിയ മോള് പഠിത്തം കഴിഞ്ഞ് അവൾക്ക് ജോലിക്കൊന്നും പോകാൻ ആയില്ലെങ്കിൽ ഞാൻ മാതാവിനോട് എൻ്റെ കുഞ്ഞിനും കൂടി ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ മാതാവേ എന്ന് ഞാൻ നിയോഗം വെച്ചില്ല, പ്രാർത്ഥിക്കുമായിരുന്നു. ജൂണിൽ അവൾക്ക് റിസൾട്ട് വന്നു. ജൂലൈ 6 ആയപ്പോഴത്തേനും ചേച്ചിയുടെ സ്കൂളിൽ തന്നെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൽ അവൾക്ക് നല്ല ജോലി കിട്ടി. ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്കൂളിൽ താമസിച്ച് ജോലി ചെയ്യുന്നു, ഒരു റൂമിൽ താമസിക്കുന്നു, ഒരുമിച്ച് ലീവ് എടുത്ത് വീട്ടിൽ വരുന്നു. അതൊക്കെ മാതാവ് തന്ന വലിയ അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക്. പിന്നെ എൻ്റെ 2 കൈയിലും, ഞാനൊരു ടൈലറാണ്, അതിനോടനുബന്ധിച്ചുള്ള രോഗമാണ്. എൻ്റെ 2 കൈപ്പത്തിയിലും ബ്ലോക്കായിരുന്നു. 2 പ്രാവശ്യം 2 കൈയും സർജറി ചെയ്തതാണ്. വീണ്ടും അതിനോടനുബന്ധിച്ച് ബ്ലോക്ക് വന്നു. 2 തള്ളവിരലുകളും നീര് വെച്ച് അനക്കാൻ പറ്റാതെ ഭയങ്കര വേദനയായി. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടിക്ക് വന്നത്. ഒരു പ്രാവശ്യം വന്നു, ഞാൻ
ഉടമ്പടിയിൽ എല്ലാവരുടെയും കാര്യം വെച്ച് എൻ്റെ കാര്യം വയ്ക്കാൻ എനിക്ക് 6 നിയോഗം കഴിഞ്ഞു പോയി, വെച്ചില്ല. രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു, അന്നും എനിക്കതിന് സാധിച്ചില്ല. പക്ഷേ മാതാവിനോട് ഞാൻ നിയോഗ പ്രാർത്ഥന കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കയ്യിൽ കുരിശ് വരച്ച് ഉപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിലിട്ട് അതിൽ മുക്കി വെച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ എൻ്റെ 2 കൈക്ക് ഒരു ചികിത്സയും കൂടാതെ ഇപ്പോൾ എനിക്ക് മാസങ്ങളായി ഒരു വേദനയുമില്ല, ഒരു പ്രശ്നവുമില്ല. അതും മാതാവ് തന്ന അനുഗ്രഹമാണ്. പിന്നെ 25 വർഷമായി ചെറിയ മോളെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നതാണ്. ഞാനൊരു ആയുർവേദം, ഇംഗ്ലീഷ്, ഹോമിയോ അങ്ങനെ പല ഡോക്ടർമാരും ഒരു 20ഓളം ഡോക്ടർമാരെ കണ്ട് ഈ 20 വർഷമായി മരുന്നിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ നിയോഗം വെച്ചില്ല, പക്ഷേ പ്രാർത്ഥിച്ചു. എനിക്ക് നിയോഗം, മറ്റുള്ളവരുടെ നിയോഗങ്ങൾ വെച്ച് കഴിഞ്ഞ് എനിക്ക് എൻ്റെ നിയോഗം വെക്കാൻ ഒരിക്കലും കിട്ടാറില്ല സാഹചര്യം. പക്ഷെ ഞാൻ എന്നും എൻ്റെ വയറിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കും, വെള്ളത്തിൽ ഉപ്പിട്ട് കഴിക്കും. ഇതാണ് എൻ്റെ മരുന്നായിരുന്നത്. ഒരു 4-5 മാസമായി ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല. എനിക്കിപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലവുമില്ല. അതും മാതാവ് തന്ന അനുഗ്രഹമാണ്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാം രോഗികൾ വന്ന് രോഗികളുടെ എൻ്റെ അടുത്ത് വരുന്നവർക്കും പിന്നെ അർഹരായെന്ന് കാണുന്നവർക്കും ഞാൻ പൈസ അയച്ചു കയ്യിൽ കൊടുത്തും കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് പുറത്തു പോയി കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രാവിലെ ഹസ്ബൻഡ് ജോലി കുറവിട്ടിരിക്കണു, മക്കളുമില്ല. ഞാൻ ഒരു തയ്യൽ കടയാണ്, അവിടെ രാവിലെ പോവും, രാത്രിയാണ് തിരിച്ചു വരുന്നത്. പിന്നെ എൻ്റെ കൂട്ടുകാരോടും എൻ്റെ അടുത്ത് വരുന്നവരോടും ഞാൻ മാതാവിനെക്കുറിച്ച് പറയാറുണ്ട്, പത്രം കൊടുക്കാറുണ്ട്. പിന്നെ പൈസ കൊടുത്താണ് എല്ലാവരും അടുത്തൊക്കെയുള്ള രോഗികളെ കാണാൻ പോവാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ക്യാൻസറായിരുന്നു, ഒരു 4th സ്റ്റേജാന്ന് പറഞ്ഞു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. മാതാവ് അവിടെ പോയി കണ്ട് ഉപ്പും കൊടുത്തു, തൈലം തേച്ച് പ്രാർത്ഥിച്ചു. വളരെ സൗഖ്യമുണ്ട്. അതും ഒരനുഗ്രഹം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഒരിക്കൽ പോലും പ്രാർത്ഥന മുടക്കാറില്ല. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, അരമണിക്കൂർ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. അതിനു മുമ്പ് സന്ധ്യാപ്രാർത്ഥന മുടങ്ങാറുണ്ടായിരുന്നു, കുർബാന മുടങ്ങാറുണ്ടായിരുന്നു, എല്ലാം മുടങ്ങാറുണ്ടായിരുന്നു. ഉടമ്പടിയിൽ വന്ന ഈ ഒരു 1.5 വർഷത്തോളമായി ഒരു ദിവസം പോലും വണ്ടിയിലാണെങ്കിൽ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കും, വേറെ എവിടെയാണെങ്കിലും ആ സന്ധ്യാപ്രാർത്ഥന, ആ ഉടമ്പടി പ്രാർത്ഥനയും മുടക്കാറില്ല, നിയോഗ പ്രാർത്ഥനയും മുടക്കാറില്ല. എല്ലാം വെളുപ്പിനെ എഴുന്നേറ്റ് അതും ചെയ്യും. അത് പ്രാർത്ഥനാ ജീവിതം. പിന്നെ എങ്ങോട്ട് പോകുമ്പോഴും മാതാവിൻ്റെ തൈലം ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പോകുന്നതുകൊണ്ട് ഒരു സംരക്ഷണം പോലെ ഇന്നുവരെ. അതിനുശേഷം ഞങ്ങൾക്ക് യാതൊരു ആപത്തും വരുത്താതെ മാതാവും ഈശോയും ഞങ്ങളെ കാത്തു. അതാണ് ഏറ്റവും വലിയൊരിത്. അല്ലെങ്കിൽ എപ്പോഴും പിന്നെ ഞാൻ എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരാളായിരുന്നു. ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്ന ശേഷം എനിക്ക് നല്ല ധൈര്യമാണ്. എന്ത് സംഭവിച്ചാലും ഒന്നിനും ഒരു പേടിയുമില്ല. നല്ല ധൈര്യവും ഉറപ്പുമുള്ള ഒരു ജീവിതശൈലിയിലേക്ക് ഞാൻ വന്നു. അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ സങ്കടപ്പെടുമായിരുന്നു, ടെൻഷൻ അടിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് ഒന്നിനെക്കുറിച്ചും ടെൻഷനില്ല. എല്ലാത്തിനും നല്ല ധൈര്യവും വിശ്വാസമാണ്. ഒക്കെ മാതാവും ഈശോയും തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. 86 സങ്കീർത്തനം 6-7 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു. അനിത ജോൺ എന്ന ഈ മകള് തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം, എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിന് രോഗസൗഖ്യം ലഭിച്ചതെന്നും എത്രമാത്രം പൈസ ആവശ്യമായിരുന്നു, എന്നാൽ 3 ബ്ലോക്കുള്ള ആ മകന് പറഞ്ഞ തുക എത്രയാണ് ഓപ്പറേഷന്, പിന്നീട് തങ്ങൾക്ക് വേണ്ടി മാത്രം കാരുണ്യ സഹായനിധി തുറക്കുകയും അത്രയും നാളും മുടങ്ങിക്കിടന്നത് തങ്ങൾക്ക് വേണ്ടി അമ്മ തുറന്നു തന്നു. വീണ്ടും ഇവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും നിർത്തലായി എന്നൊക്കെ നാം തന്നെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിനൊരു രൂപ പോലും മുടക്കാതെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ഓപ്പറേഷനൊക്കെ വളരെ സക്സസ്സായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നടത്തി എന്നാണ് ഈ കുടുംബം നമ്മോട് പറയുക. അതുപോലെ തൻ്റെ സഹോദരൻ്റെ മദ്യപാനം
കുടുംബം ഒന്നിച്ചിപ്പോൾ താമസിക്കുന്നതിന് അമ്മ എങ്ങനെ ഇടവരുത്തി? 30 വർഷമായ മദ്യപാനമാണ്. സഹോദരൻ്റെ വീടിൻ്റെ കാര്യം അതിനെങ്ങനെ സാധ്യതമായി? അതുപോലെ തൻ്റെ മക്കളുടെ ജോലി, 2 മക്കൾക്കും ജോലി, ഒരു പൈസ പോലും കൊടുക്കാതെ മക്കൾക്ക് ജോലി ലഭിക്കുക. IT ഫീൽഡിലുള്ള മകൾക്ക് ടീച്ചറായിട്ട് ജോലി, അതായത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ലഭിക്കുന്നു. പിന്നീട് തനിക്കുള്ള രോഗസൗഖ്യങ്ങൾ, താൻ മറ്റുള്ളവരുടെ നിയോഗങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ അത് പലതും മുൻപിലുള്ളപ്പോൾ ഈ അമ്മ തൻ്റെ കാര്യം വെക്കുവാൻ മറന്നു പോകുമായിരുന്നു. എന്നാൽ ഈ അമ്മയുടെ കാര്യം മാതാവിൻ്റെ കരങ്ങളിൽ ഭദ്രമായിരുന്നു. അമ്മ പറയാത്ത കാര്യം, ഈ മകൾ പറയാത്ത കാര്യം മാതാവ് ഈശോയോട് പറഞ്ഞു, ആ മകൾക്ക് അതൊക്കെ നീ ചെയ്തു കൊടുക്കണം. അതാണ് അമ്മ നമ്മെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് ഉടമ്പടി നമ്മെ കൊണ്ടുവരണമെന്ന് പറയുക. അങ്ങനെ പരിശുദ്ധ അമ്മ ഈ മകൾക്ക് നിയോഗം വയ്ക്കാൻ പേപ്പറിൽ പ്ലേസ് ഇല്ല, പക്ഷേ മറ്റുള്ളവരുടെ നിയോഗം മാത്രമാണ് ഈ മകൾക്കുള്ളത്. അങ്ങനെ 20 വർഷത്തിലധികമായിട്ട് താൻ അനുഭവിക്കുന്ന തൻ്റെ അസ്വസ്ഥത, ഗ്യാസിൻ്റെ അസ്വസ്ഥതകൾ, അതുപോലെ തൻ്റെ 2 കൈക്കുണ്ടായിരുന്ന അസ്വസ്ഥതകൾ, തയ്യലായിരുന്നത് കൊണ്ട് തന്നെ കൈക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു. 2 കൈയിലും സർജറി പറഞ്ഞിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇന്ന് ഇതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഈ മകള് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യം കിട്ടി. ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് നിന്ന് തൻ്റെ ഹസ്ബൻഡുമായിട്ട് നന്ദി പറയുമ്പോൾ, അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു എന്ന സങ്കീർത്തകൻ്റെ മനോഭാവമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഈ മകൾക്കുള്ളത്. തൻ്റെ കാരുണ്യ പ്രവൃത്തികളൊക്കെ താൻ ചെയ്യുന്നു. ഉടമ്പടി ജീവിതം, അതായത് പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ തനിക്ക് സാധിക്കുന്നത്? ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം പറയാത്ത കാര്യങ്ങൾ വരെയും അമ്മ ഈശോയോട് പറഞ്ഞ് നമുക്ക് വേണ്ടി ചെയ്യും. അതുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾക്ക് നാം എത്ര പ്രാധാന്യം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് അമ്മയുടെ അക്കൗണ്ടിൽ വന്നാലേ നമുക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അമ്മയെ മുറുകെ പിടിക്കാം. അമ്മയാണ് ഈശോയോട് പറഞ്ഞ് എല്ലാം ചെയ്യിക്കുന്നത്. ഈ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.